ഹലോ, എല്ലാവർക്കും നമസ്കാരം. ആരും വന്നിട്ടില്ല ലൈവിൽ. ആക്ച്വലി എൻ്റെ 3 പേര് വരട്ടെ. ആരുമില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് നാളായി ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം. നിങ്ങൾക്കിത് എവിടെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറയണം കേട്ടോ. ഈ സ്ഥലമൊക്കെ കണ്ടിട്ടേ ഇത് എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എവിടെയായിരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കൂടുതൽ? ഇങ്ങനത്തെ വീടൊക്കെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കും, എവിടെയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? എനി ഗസ്സസ്? കറക്റ്റ്, യെസ്. തൂഹിൻ ജയരാജ് എന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു പാലക്കാടാണെന്ന്. യെസ്, അജൻ പറഞ്ഞു. യെസ്, അഭിലാഷ്. യെസ്, പാലക്കാട് തന്നെയാണ്. അപ്പോൾ പാലക്കാട് ഞാനിവിടെ 2-3 ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. നാളെ ഇവിടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, അപ്പോൾ അങ്ങനെ വന്നതാണ്. ഇതെവിടെയാ സ്ഥലം? പാലക്കാട് തന്നെ. ചേച്ചിയോട് ചോദിക്കാം. ഇവിടെ ഉള്ളൊരു ശ്രീവിലാസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ വീടിൻ്റെ പേര്. ഇതൊരു ഹെറിറ്റേജ് ഹോം സ്റ്റേ എന്ന് പറയാം. ഒരു 150 വർഷത്തോളം അടുപ്പം, അത്രയും വർഷം പഴക്കമുള്ള ഒരു നല്ലൊരു സ്ഥലം. നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. ഇന്നിപ്പോൾ ഇവിടെ വേറെ ഗസ്റ്റൊന്നും ഇല്ല. ഇവിടുത്തെ ചേച്ചിമാരും അങ്കിളും ഒക്കെയാണ് ഇവിടെ, ഇവിടുത്തെ കെയർ ടേക്കേഴ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന്. നല്ല ചൂടുണ്ട് കേട്ടോ പാലക്കാട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. രാവിലെയൊക്കെ കുറച്ച് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വെയിൽ വന്നതിന് ശേഷം എന്നാൽ ഇങ്ങനെ ചൂടിങ്ങനെ കൂടിക്കൊണ്ട് വരുവാണ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഉച്ച കഴിഞ്ഞിട്ട് 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാം. ഇവർ തന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കി തരും കേട്ടോ. നിതിൻ പനങ്ങയിൽ. പാലക്കാട് രമേശ് ഏട്ടൻ്റെ പ്രോഗ്രാം എപ്പോഴാണ്? നാളെ വൈകിട്ട്. രമേശ് ഏട്ടൻ്റെ ഒരു പരിപാടിയുണ്ട്, ഒരു മെഗാ ഷോ ഉണ്ട് ഇവിടെ. നമ്മൾ കുറച്ച് ആർട്ടിസ്റ്റുകൾ നാളെ വരുന്നുണ്ട് വൈകിട്ട്. നാളെ രാവിലെ എനിക്കിവിടെ രാവിലെ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് മുണ്ടൂർ. എന്തായിരുന്നു ആ കമൻറ്റ്? ഇല്ല, കാണാൻ പോയിട്ടില്ല. പോകാം നാളെ വൈകിട്ട്. എല്ലാവരും കൂടെ വരുമ്പോൾ ഞാനുണ്ടാവും. കൽപ്പാത്തി അല്ല കേട്ടോ. കൽപ്പാത്തി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരുപാട് ദൂരമില്ല, കുറച്ച് ദൂരമുണ്ട്. കൽപ്പാത്തിയിൽ ഞാൻ പോയിട്ടില്ല, പോകണം. അപ്പം ഞാനിന്ന് രാവിലെ വിഷു പ്രമാണിച്ചുള്ള ഒരു ഷൂട്ടൊക്കെ ചെയ്തായിരുന്നു. കണിക്കുറിനെയൊക്കെ ധരിപ്പുണ്ട്, കാണിച്ചു കണ്ടോ? കണിക്കുറിനെയൊക്കെ വെച്ചൊരു ഷൂട്ടെടുത്തു. ഓക്കെ. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നാട്ടിലാണോ?
അപ്പോൾ ആരെങ്കിലും ലൈവിൽ വിദേശത്തു നിന്ന് ജോയിൻ ചെയ്തവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? അവിടെ നിങ്ങൾ ഓക്കെ ആണോ? അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിശേഷങ്ങളൊക്കെ ഒന്ന് ലൈവിൽ ടൈപ്പ് കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ലൈവിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഈ സ്ഥലമൊക്കെ കാണിച്ചു തരാവേ. അയ്യോ, ഓക്കെ, ഇത് കണ്ടോ? ഇവിടെ ഏകദേശം ഒരു 8ഓളം റൂംസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട്. എൻട്രൻസ് ഒക്കെ ഇങ്ങനെയാണ്. കണ്ടോ? നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ, എങ്ങനെയാണെങ്കിലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ, ഇനി കുറച്ച് കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ വരണം, അധികം ബഹളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാം. ഇവിടെ ഇങ്ങനെ സമയം ചെലവഴിക്കാം. കുറച്ച് തണുപ്പ് കാലം, മഴക്കാലമൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? എനിക്ക് വോട്ട് ഇവിടെ ഒന്നുമല്ല. എനിക്ക് ഒരു അടിപൊളി മണ്ഡലത്തിലാണ് എൻ്റെ വോട്ട്, നേമം. ഓക്കെ, അവിടെ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്രാവശ്യം. എൻ്റെ മണ്ഡലം നേമമാണ്. അവിടെ അറിയാമല്ലോ, അവിടെ LDF നിൽക്കുന്നത് ശിവൻകുട്ടി സാറാണ്. UDF ശബരിനാഥാണ് നിൽക്കുന്നത്. പിന്നെ BJPക്ക് നിൽക്കുന്നത് രാജേഷ് ചന്ദ്രശേഖരാണ് നിൽക്കുന്നത്. അതാണ് എൻ്റെ മണ്ഡലം. മീൻ എടപ്പാളാണ്. ചേച്ചി നമ്മുടെ ബിന്ദു ചേച്ചി, ഈ സ്ഥലത്തിന്റെ പേരെന്താ? ഈ സ്ഥലത്തിന്റെ പേര് സോറി വീണ ചേച്ചി. മാങ്ങോട്, കൊടുവായൂർ മാങ്ങോടാണല്ലേ ഇത്? ഏതാണ്? പുതുനഗരത്തിനടുത്ത് കൊടുവായൂർ മാങ്ങോട് അല്ലേ? ആ സ്ഥലത്താണ്. ചേച്ചി എത്ര നാളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്? 1.5 വർഷമായല്ലേ? ചേച്ചി ഇവിടുത്തെ സ്റ്റാഫാണേ. ഇവിടുത്തെ ഓണേഴ്സൊക്കെ ഹൗസ് കീപ്പിങ് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഹൗസ് ഓണേഴ്സൊക്കെ എവിടെ? ഗോവയിലല്ലേ? ഗോവയിലാണ്. ഓക്കെ, ശരി. ഇത് കണ്ടോ, ഇവിടെ അടുത്ത് പാടാ. പക്ഷെ ഇപ്പോ കൊയ്ത്തൊക്കെ കഴിഞ്ഞു അല്ലേ? ഒരാഴ്ച. പാലക്കാട് എവിടെയെന്ന് വെച്ചോ? പാലക്കാട് പുതുനഗരം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ആർക്കെങ്കിലും ഒന്ന് സ്റ്റേ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയട്ടാന്നല്ല, ഇങ്ങോട്ട് വന്നോളൂ. ഈ സ്ഥലത്തിന്റെ പേര് ശ്രീവിലാസ് എന്നാണ്. ശ്രീവിലാസ്. അത് ക്ഷേത്രമല്ലേ? ക്ഷേത്രമാണോ അത്? അതേതാ ക്ഷേത്രം? ഈ തറവാടിന്റെ കുടുംബക്ഷേത്ര. ഓക്കെ. ആ ക്ഷേത്രത്തിന്റെ പേരെന്താ? ചിന്നച്ചൻ വീട്. ചിന്നച്ചൻ വീട്. ഇത് 350 വർഷമാണ്. ഞാൻ 150 എന്നാ പറഞ്ഞേ. അപ്പൊ കറക്റ്റ് എത്രയുണ്ട്? 350 വർഷം പഴക്കോ? മൈ ഗോഡ്, ആണല്ലേ? ഓക്കെ, കൊള്ളാല്ലേ? നോ ഞാനങ്ങനെ, എനിക്ക് പ്രത്യേകിച്ചൊരു പാർട്ടിയുമായിട്ട് ഒരു പാർട്ടിയുടെയും ആളല്ല ഞാൻ. പിന്നെ രമേശ് ചേട്ടൻ നോക്കൂ, വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു ചേട്ടന്, എൻ്റെ സഹോദരന് തുല്യമായിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇവിടുത്തെ അടുക്കളയും കാണിച്ചു കേട്ടോ. ഉണ്ടോ? ഇവിടുത്തെ ഡൈനിങ് റൂം. ആൻറ്റി ഉച്ചക്കത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഒന്നുമില്ല ആൻറ്റി, വീഡിയോയാ. എന്താ ഉണ്ടാക്കണേ? അവിയല്. ഓക്കെ, പിന്നെ ചോറ് വെക്കുന്നുണ്ട്. ഇത് നമ്മുടെ സാമ്പാർ. ഇത് വറുത്തരച്ച സാമ്പാറാണോ? അതല്ലേ? ഓക്കെ. പിന്നെ തോരൻ വെക്കുന്നുണ്ടോ? തോരൻ എന്താ? ക്യാബേജോ? മുട്ടക്കോസോ? മുട്ടക്കോസ് മതി. മതി. വേറെന്താ? പപ്പടം ഉണ്ടോ? എന്നാ പപ്പടവും. ഓക്കെ, ഇത് ബാക്ക് സൈഡ്. അപ്പൊ ഇതൊക്കെയാണ്.
വെറുതെ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോകുന്നുണ്ട്. അതെ അതെ. ഇനി ഞാൻ ചിലപ്പോ വരും ഇടയ്ക്ക്. അവിടെ അടുത്ത് സാരി ഷോപ്പുണ്ട്. ആ ചേച്ചിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അതെയോ? ഇവിടെ അടുത്ത് സാരി ഷോപ്പുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കാം. പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുവാണോ? ആർക്കാ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകണേ? ഞാൻ തീരുമാനിച്ചിട്ടില്ല കേട്ടോ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം. ഞാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കിനി ഒന്നുകൂടെ വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഇനി പോയിട്ട് വേണം. തേങ്കുറിശിയല്ലേ രാജേഷ് ചേട്ടൻ്റെ വീട്? തേങ്കുറിശിയാ? ഓക്കെ. തേങ്കുറിശി എവിടെ ചേച്ചി? 15 കിലോമീറ്റർ. തേങ്കുറിശിയുടെ അടുത്ത് പെരുമാറ്റിയൊക്കെ അതിനടുത്താണോ? കൊടുവായൂരിന് അടുത്താ? ഓക്കെ. ഇവിടെ അടുത്ത് സാരി ഷോപ്പ് എന്തെങ്കിലും ഉണ്ടോ? കൈത്തറി ഉണ്ട്. ഓക്കെ, അതാണ് ചേട്ടൻ പറഞ്ഞത് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ അവിടെ അടുത്ത് സാരി ഷോപ്പ് ഉണ്ടെന്ന് ഒരാൾ കമന്റ് ചെയ്തു. ഓക്കെ. ഇത് നല്ല വീടാട്ടോ. കുറെ പേര് വീടിനെ പറ്റി കമന്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഞാനിതിന് മുന്നേ താമസിച്ചതും കൃഷ്ണവിലാസ് എന്ന് പറഞ്ഞ വേറൊരു ഹെറിറ്റേജ് സ്പോട്ടാണ്. അതും ഭയങ്കര നല്ലതാ. ഇത് കുറച്ചുകൂടി ഒരു നാട്ടുപ്രദേശമാണെങ്കിൽ അത് ഇത്രയും പറമ്പോ ഇങ്ങനെയൊന്നുമല്ല. പറമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒത്തിരി പറമ്പുണ്ട്. ദേ കണ്ടോ? മേ ബി ഇവിടെ നിന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങി നടന്ന് ചൂടും വെയിലും ഇല്ലെങ്കിൽ ആ വരമ്പത്തോടൊക്കെ നടന്ന് നമുക്ക് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഞാൻ പോയ കൃഷ്ണവിലാസ് എന്ന് പറയുന്നത് വേറൊരു ആംബിയൻസ് ആണ്. ഭയങ്കര കാമൺ പോയിട്ടാണ്. അവിടെ കുറച്ചുകൂടെ വലുതാണ്. റൂംസ് ഒക്കെ കുറച്ച് വലുതാണ്. നല്ല രസമാണ്. അവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഇവിടെ പിന്നെ അധികം ഒരുപാട് ഗസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഭയങ്കര കാമൺ ക്വയറ്റ്. ഇവിടെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെന്താ കമന്റ്സ് എന്തൊക്കെയാണ്? പാലക്കാട് ചൂട് എങ്ങനെയുണ്ട്? പാലക്കാട് ചൂട് നല്ല അടിപൊളി, നല്ല കിണ്ണം കാച്ചിയ ചൂട്. ഓക്കെ. പിന്നെ ഞങ്ങൾ ഫാമിലി വരട്ടെ, ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ? നിങ്ങളിവിടെ അടുത്താണെങ്കിൽ വരൂ. ഞാൻ പക്ഷേ ഞാനൊരു 3-4 മണിക്കൂറിൽ ഇറങ്ങും കേട്ടോ. അതിന് മുന്നേ ആണെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ. നമുക്ക് ഫോട്ടോ എടുക്കാം, മീറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെന്താ, ഒരു ചലഞ്ച് പറയട്ടെ. മേക്കപ്പ് ഇല്ലാതെ ലൈവ് ചെയ്യുമോ? അതിനിപ്പോൾ എന്താ, മേക്കപ്പ് ഇല്ലാണ്ടൊക്കെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് രാവിലെ എനിക്കൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ബ്രോ, അതുകൊണ്ടല്ലേ. വേറെ എന്തെങ്കിലും ചലഞ്ച് പറയാം. കുറച്ചുകൂടെ ചലഞ്ചിങ് വേണ്ട. മേക്കപ്പ് ഇല്ലാണ്ടൊക്കെ ലൈവിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പിന്നെന്താ, അപ്പൊ അതൊക്കെയാണ് ശ്രീവിലാസിന്റെ വിശേഷങ്ങൾ. ഓക്കെ. വേറെ ഇല്ല. നാളെ എനിക്കൊരു ഇനോഗ്രേഷൻ ഉണ്ട് ഇവിടെ അടുത്ത് മുണ്ടൂർ, ചപ്പിപ്പാറ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ. അപ്പോൾ അതിനടുത്തുള്ളവർക്ക് വരുവാണെങ്കിൽ കാണാം നമുക്ക്. ഓക്കെ. ഐ എം ഫ്രം പല്ലശ്ശന. ദിസ് ഇസ് ചിങ്ങച്ചാം വീട്. യെസ്, പല്ലശ്ശനയിൽ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. വേറെ എന്താ മെസ്സേജ്? നിയർ ബൈ മൈ പ്ലേസ്, പത്മനാഭൻ ഭാസ്കർ. ഓക്കെ. മൂട്ട് എവിടെയാണ്? ഫുഡ് കഴിച്ചു. ഓക്കെ. വേറെന്താ? തേങ്കുറിശി മോഹൻലാൽ സിനിമയിൽ ഒടിയൻ്റെ നാടാണ്. അത് കേട്ടിട്ടുണ്ട്, അത് മനസ്സിലായി. പക്ഷെ ഇവിടെ ശരിക്കുള്ള സ്ഥലമാണ്. അതൊരു ഫിക്ഷണൽ പ്ലേസ് അല്ല. അതല്ലേ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഗുഡാണോ? ഗുഡാണ്. എന്താ ഗുഡാണോ? പ്ലേസ് ആണോ? നല്ല പ്ലേസ് കേട്ടോ, നല്ല സ്ഥലമാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ താമസിക്കുന്നത് അവിടെയാണ്. എൻ്റെ റൂം അവിടെയാണ്. നെക്സ്റ്റ് പ്രോജക്റ്റ് ഞാൻ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്തായിരുന്നു, ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ പേര് മാറാൻ ചാൻസ് ഉണ്ട്. അതുണ്ടാകും. പിന്നെ മുൻപ് കുറേ നാൾ മുന്നേ വർക്ക് ചെയ്ത കുറച്ച് പടങ്ങൾ റിലീസാവാനുണ്ട്.
ഖുഷ്ബു, സൂപ്പർ സ്റ്റാർ കല്യാണി എന്നൊക്കെ പറഞ്ഞ പടങ്ങൾ. പിന്നെ ഈ മാസം മീൻസ് അടുത്ത മാസം മിഡിൽ ക്ലാസ് മാത്തുക്കുട്ടി എന്നൊരു പ്രോജക്റ്റ് കഴിഞ്ഞ വർഷമേ അനൗൺസ് ചെയ്തതാണ്. അതിൻ്റെ ഷൂട്ട് കാണും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ എല്ലാവർക്കും വിഷിങ് യു ഓൾ എ വെരി ഗുഡ് ഡേ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, എല്ലാവരും ചൂടുകാലമാണ്. നന്നായിട്ട് പറ്റുന്നത് പോലെ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കൂ, റെസ്റ്റ് എടുക്കൂ, പുറത്തിറങ്ങി സൂര്യതാപം ഒന്നും ഏൽക്കാതെ കാക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ. ഓക്കെ, ഞാൻ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ പരിപാടികളോ വിശേഷങ്ങളോ ഉണ്ടെങ്കിൽ ലൈവിൽ വരുന്നതായിരിക്കും. ഓക്കെ, സീ യു ഓൾ. അപ്പോൾ എല്ലാവരെയും കണ്ടതിലും ലൈവിലിരുന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. എല്ലാവരും സുഖമായിരിക്കുക. അപ്പോൾ ഞാൻ പോകുന്നു. ബൈ, ടാറ്റ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഇത് പാലക്കാട് ശ്രീവിലാസം എന്ന് പറഞ്ഞ ഹെറിറ്റേജ് ഹോമാണ്. ഓക്കെ, ഗൂഗിളിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണും. നല്ല സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെക്കേഷനോ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം. നല്ലൊരു സ്ഥലം. ഓക്കെ, ബൈ, കാണാം കേട്ടോ. ബൈ.